നമസ്കാരം കൂട്ടുകാരെ, വായനാ ദിനത്തോടനുബന്ധിച്ചൊരുക്കിയിരിക്കുന്ന ഈ പ്രത്യേക ക്വിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 30 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണുള്ളത്. സ്കൂൾ ക്വിസ് മത്സരങ്ങൾക്കും വിവിധ പരീക്ഷകൾക്കും ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളാണിവ. ഓരോ ചോദ്യവും ഞാൻ 2 പ്രാവശ്യം വായിക്കും. ഉത്തരം പറയുന്നതിനു മുമ്പ് നിങ്ങൾ തന്നെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കണം. ഒരു ചെറിയ ടാസ്ക് കൂടിയുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയം എന്താണെന്ന് ഇപ്പോൾ തന്നെ കമന്റ് ചെയ്യൂ. ഉദാഹരണത്തിന് രാവിലെ 7 മണിക്ക് കാണുന്നു, അല്ലെങ്കിൽ രാത്രി 10 മണിക്ക് കാണുന്നു എന്നിങ്ങനെ. വീഡിയോ അവസാനിക്കുമ്പോൾ 30-ൽ എത്ര മാർക്ക് നേടിയെന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളുടെ വായനാ അറിവ് പരീക്ഷിക്കാൻ തയ്യാറാണോ? എങ്കിൽ നമുക്കിന്നത്തെ വായനാ ദിന ക്വിസ് ആരംഭിക്കാം. കുട്ടികളെ, വായനാ ദിനം ആരുടെ സ്മരണാർത്ഥമാണ് ആചരിക്കുന്നത്? ഒരിക്കൽ കൂടി ചോദിക്കാം, വായനാ ദിനം ആരുടെ സ്മരണാർത്ഥമാണ് ആചരിക്കുന്നത്? ഉത്തരം P.N. പണിക്കർ. ചോദ്യം 2. കേരളത്തിൽ വായനാ ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഒരിക്കൽ കൂടി, കേരളത്തിൽ വായനാ ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 19. ചോദ്യം 3. P.N. പണിക്കർ ഏത് പ്രസ്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു? വീണ്ടും ചോദിക്കാം, P.N. പണിക്കർ ഏത് പ്രസ്ഥാനത്തിന്റെ പിതാവായി അറിയപ്പെടുന്നു? ഉത്തരം ഗ്രന്ഥശാല പ്രസ്ഥാനം. ചോദ്യം 4. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഒരിക്കൽ കൂടി, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം P.N. പണിക്കർ. ചോദ്യം 5. ലോക പുസ്തക ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത്? വീണ്ടും ചോദിക്കാം, ലോക പുസ്തക ദിനം ഏത് ദിവസമാണ് ആചരിക്കുന്നത്? ഉത്തരം ഏപ്രിൽ 23. ചോദ്യം 6. ലോക പുസ്തക ദിനം പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? ഒരിക്കൽ കൂടി, ലോക പുസ്തക ദിനം പ്രഖ്യാപിച്ച സംഘടന ഏതാണ്? ഉത്തരം യുനെസ്കോ. ചോദ്യം 7. മലയാള ഭാഷയുടെ പിതാവാര്? വീണ്ടും ചോദിക്കാം, മലയാള ഭാഷയുടെ പിതാവാര്? ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ. ചോദ്യം 8. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നോവൽ ഏതാണ്? ഒരിക്കൽ കൂടി, മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ നോവൽ ഏതാണ്? ഉത്തരം ഇന്ദുലേഖ. ചോദ്യം 9. ബാല്യകാല സഖി രചിച്ചതാര്? വീണ്ടും ചോദിക്കാം, ബാല്യകാല സഖി രചിച്ചതാര്? ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ. ചോദ്യം 10. ഖസാക്കിന്റെ ഇതിഹാസം രചിച്ചതാര്? ഒരിക്കൽ കൂടി, ഖസാക്കിന്റെ ഇതിഹാസം രചിച്ചതാര്? ഉത്തരം O.V. വിജയൻ. ചോദ്യം 11. രണ്ടാം ഊഴം രചിച്ചത് ആര്? വീണ്ടും ചോദിക്കാം, രണ്ടാം ഊഴം രചിച്ചത് ആര്? ഉത്തരം M.T. വാസുദേവൻ നായർ. ചോദ്യം 12. ആടുജീവിതം രചിച്ചത് ആര്? ഒരിക്കൽ കൂടി, ആടുജീവിതം രചിച്ചത് ആര്? ഉത്തരം ബെന്യാമിൻ. ചോദ്യം 13. കേരളത്തിലെ ആദ്യത്തെ പൊതുഗ്രന്ഥശാല ഏതാണ്? വീണ്ടും ചോദിക്കാം, കേരളത്തിലെ ആദ്യത്തെ പൊതുഗ്രന്ഥശാല ഏതാണ്? ഉത്തരം തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. ചോദ്യം 14. പുസ്തകങ്ങളുടെ വീടെന്നറിയപ്പെടുന്നത് എന്താണ്? ഒരിക്കൽ കൂടി, പുസ്തകങ്ങളുടെ വീടെന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം ഗ്രന്ഥശാല. ചോദ്യം 15. ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? വീണ്ടും ചോദിക്കാം, ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊൽക്കത്ത. ഇപ്പോൾ 15 ക്വസ്റ്റ്യൻ ആയിരിക്കുന്നു. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ചോദ്യം 16. പുസ്തകങ്ങൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ എന്തു വിളിക്കുന്നു? ഒരിക്കൽ കൂടി, പുസ്തകങ്ങൾ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വ്യക്തിയെ എന്തു വിളിക്കുന്നു? ഉത്തരം ലൈബ്രേറിയൻ. ചോദ്യം 17. വായന മനുഷ്യന് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? വീണ്ടും ചോദിക്കാം, വായന മനുഷ്യന് നൽകുന്ന പ്രധാന ഗുണം എന്താണ്? ഉത്തരം അറിവ്. ചോദ്യം 18. വായന മനുഷ്യന്റെ ഏത് കഴിവ് വർദ്ധിപ്പിക്കുന്നു? ഒരിക്കൽ കൂടി, വായന മനുഷ്യന്റെ ഏത് കഴിവ് വർദ്ധിപ്പിക്കുന്നു? ഉത്തരം ചിന്താശക്തി. ചോദ്യം 19. കേരളത്തിൽ വായനാവാരം ഏത് മാസത്തിലാണ് ആചരിക്കുന്നത്? വീണ്ടും ചോദിക്കാം, കേരളത്തിൽ വായനാവാരം ഏതു മാസത്തിലാണ് ആചരിക്കുന്നത്? ഉത്തരം ജൂൺ. ചോദ്യം 20. വായനയുടെ പ്രധാന ലക്ഷ്യമെന്താണ്? ഒരിക്കൽ കൂടി, വായനയുടെ പ്രധാന ലക്ഷ്യമെന്താണ്?
ഉത്തരം അറിവും വ്യക്തിത്വ വികസനവും. ചോദ്യം 21. മലയാളത്തിലെ ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാര്? വീണ്ടും ചോദിക്കാം, മലയാളത്തിലെ ആദ്യ ജ്ഞാനപീഠ പുരസ്കാര ജേതാവാര്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ചോദ്യം 22. കേരളത്തിന്റെ മഹാകവി എന്നറിയപ്പെടുന്നതാര്? ഒരിക്കൽ കൂടി, കേരളത്തിന്റെ മഹാകവി എന്നറിയപ്പെടുന്നതാര്? ഉത്തരം കുമാരനാശാൻ. ചോദ്യം 23. എന്റെ കഥ രചിച്ചതാര്? വീണ്ടും ചോദിക്കാം, എന്റെ കഥ രചിച്ചതാര്? ഉത്തരം കമലാദാസ്. ചോദ്യം 24. കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഒരിക്കൽ കൂടി, കേരളത്തിലെ പരമോന്നത സാഹിത്യ പുരസ്കാരം ഏതാണ്? ഉത്തരം എഴുത്തച്ഛൻ പുരസ്കാരം. ചോദ്യം 25. വായനാശീലം വളർത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ്? വീണ്ടും ചോദിക്കാം, വായനാശീലം വളർത്താൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ്? ഉത്തരം ഗ്രന്ഥശാല. ചോദ്യം 26. ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമേള നടക്കുന്ന നഗരം ഏതാണ്? ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പുസ്തകമേള നടക്കുന്ന നഗരം ഏതാണ്? ഉത്തരം ന്യൂഡൽഹി. ചോദ്യം 27. മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? വീണ്ടും ചോദിക്കാം, മലയാളത്തിലെ ആദ്യ നോവൽ ഏതാണ്? ഉത്തരം കുണ്ടലത. ചോദ്യം 28. വായനാ ദിനം ഏത് സംസ്ഥാനത്താണ് ഏറ്റവും വിപുലമായി ആചരിക്കുന്നത്? ഒരിക്കൽ കൂടി, വായനാ ദിനം ഏത് സംസ്ഥാനത്താണ് ഏറ്റവും വിപുലമായി ആചരിക്കുന്നത്? ഉത്തരം കേരളം. ചോദ്യം 29. വായനയുടെ പ്രധാന സന്ദേശം എന്താണ്? വീണ്ടും ചോദിക്കാം, വായനയുടെ പ്രധാന സന്ദേശം എന്താണ്? ഉത്തരം വായിക്കാം, വളരാം. ചോദ്യം 30. വായനാ ദിനം നമ്മെ എന്തിലേക്ക് പ്രേരിപ്പിക്കുന്നു? ഒരിക്കൽ കൂടി, വായനാ ദിനം നമ്മെ എന്തിലേക്ക് പ്രേരിപ്പിക്കുന്നു? ഉത്തരം വായനാശീലം വളർത്താൻ. എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. കൂട്ടുകാരെ, 30-ൽ എത്ര മാർക്ക് നേടിയെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കൂടാതെ ഈ വീഡിയോ നിങ്ങൾ കണ്ട സമയം എന്തായിരുന്നുവെന്നും കമന്റിൽ എഴുതാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് നൽകൂ. ഈ ക്വിസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും സഹപാഠികൾക്കും ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള കൂടുതൽ ക്വിസ് വീഡിയോകളും പഠന സഹായകമായ കണ്ടന്റുകളും ലഭിക്കാൻ മല്ലു ഫാക്ടറി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടാതെ പുതിയ വീഡിയോകളുടെ അറിയിപ്പുകൾ ഉടൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി അമർത്തൂ. എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. വായിക്കാം, വളരാം.